ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങൾ എന്താ മോശമാണോ? നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാ അവള് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ കേറിയത് ചോര കുടിക്കാൻ. കൽപ്പനെ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. എന്താ ഉർവശി? അയ്യോ അമ്മേ, അമ്മേ. എന്താ എന്താ പത്മിനി? അമ്മേ, ദേ അത് നോക്ക്. ഇതെങ്ങനെ ഇവിടെ രക്തം വന്നത്? ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നതാ. പെട്ടെന്ന് കുടിക്കാൻ എടുത്തപ്പോ ഗ്ലാസ്സിൽ രക്തം. പത്മിനി, നീ എന്നോട് ക്ഷമിക്കണം. പ്രിയങ്കയുടെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഉണ്ട്. ഒരാളിലല്ല, രണ്ടുപേരിലും പ്രിയങ്കയുടെ ആത്മാവുണ്ട്. എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കൽപ്പന? വേണ്ട, ആത്മാവിനോട് കളിക്കരുത്. ഏട്ടതി, സത്യമായിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ അമ്മ എന്റെ ചേച്ചി മോളെ, മോളുടെ ദേഹത്ത് കയറിയ പ്രിയങ്കയുടെ ആത്മാവ് ദേ ഇപ്പൊ ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൽപ്പന പ്രിയങ്കയുടെ ആഭരണങ്ങൾ എടുത്തിട്ടു. അയ്യോ, ചെറിയമ്മയുടെ കയ്യില് ചായക്ക് പകരം ചോര. അയ്യോ, അമ്മേ, ഇവിടെ എന്താ നടക്കുന്നെന്ന് അറിയാൻ ഞാൻ അച്ഛനെ വിളിച്ച് ചോദിച്ചിരുന്നു. ആണോ? അച്ഛൻ പറയുന്നതേ കാര്യങ്ങൾ കുറച്ച് കടുപ്പായിരിക്കാന്ന്. അയ്യോ ഈശ്വരാ! ഏട്ടത്തെയും ചെറിയമ്മയും പ്രിയങ്കയുടെ ആത്മാവ് ഉപദ്രവിക്കുമോ അമ്മേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് ഉപദ്രവിക്കാനാ? അമ്മേ, അതെ, നേരത്തെ നടന്ന പൂജ കൊണ്ട് ആത്മാവിന്റെ ശല്യം ശരിക്കും ഒഴിവായിട്ടില്ല. ആ, ഇനിയാണ് യഥാർത്ഥ പൂജ വേണ്ടത്. രക്തം കൊണ്ട് കളി തുടങ്ങി. അടുത്തത് ഇനി ജീവൻ കൊണ്ടായിരിക്കും. അയ്യോ, അത് പാടില്ല പത്മിനി. ശരിയാ. കൺമുന്നിൽ കാണുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പ്രിയങ്കയുടെ ആഭരണങ്ങൾ അണിഞ്ഞ് കൽപ്പന കിടന്നുറങ്ങുക, ഉർവശിയുടെ കൈ തട്ടി വീണ ഗ്ലാസിൽ നിന്നും രക്തം ഒഴുകുക. എന്താ ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുക? നോക്ക്, കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനിയും എന്തോ ഈ കുടുംബത്തിന് വരാനുണ്ട്. അതിന്റെ ദുസൂചനകളായതൊക്കെ. ആദ്യം രാധികമോളുടെ ശരീരത്തില് പ്രിയങ്കയുടെ ആത്മാവ് പ്രവേശിച്ചിട്ടുണ്ടെന്നായിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ പിൻബലം കൊടുത്തത് കൽപ്പനയും ഉർവശിയുമായിരുന്നു. ഇപ്പൊ പ്രേതബാധ അവരുടെ ശരീരത്തിലായി. എന്താ പത്മിനി താൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാച്ച, അതെ, രാധികയുടെ ശരീരത്തിൽ പ്രിയങ്കയുടെ ആത്മാവ് കയറിയിരിക്കുന്നു വിശ്വസിച്ചപ്പോ രാധിക ഇവിടുന്ന് മാറ്റി നിർത്താനല്ലേ തീരുമാനിച്ചത്. അന്ന് അതിന് ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ സപ്പോർട്ടായിരുന്നല്ലോ. ഇപ്പോ ആത്മാവ് അവരുടെ ശരീരത്തിലാ. രണ്ടുപേരും ഇവിടെ നിന്ന് പോട്ടെ. എന്തൊക്കെയാ നീ പറയുന്നേ? അവരിവിടുന്ന് ഇറക്കി വിടാനോ?
ഓ, അപ്പൊ ഇവിടുന്ന് രാധിക ഇറക്കി വിടുന്നതിന് കുഴപ്പമില്ല. ഏട്ടത്തെയും ചെറിയമ്മയും ഇറക്കി വിടുന്നത് കുഴപ്പമാണ്. എനിക്കതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നില്ലമ്മേ. ഈ രണ്ടുപേരും പ്രേതാത്മാക്കളെയും വഹിച്ചുകൊണ്ട് ഈ കുടുംബത്തിനകത്ത് നടന്ന മറ്റാർക്കും കുഴപ്പമുണ്ടാവില്ലെന്നാണോ? ഒരു ദുരന്തവും സംഭവിക്കില്ലെന്നാണോ? അമ്മയ്ക്ക് വയ്യെങ്കിൽ പറ, ഞാൻ പറഞ്ഞോളാം രണ്ടുപേരോട് ഇറങ്ങിപ്പോവാൻ. വരുൺ, അതിനൊന്നും നിൽക്കരുത്. കാര്യം തെറ്റ് ചെയ്തതിനാണ് ചന്ദ്രശേഖരൻ ജയിലിൽ കിടക്കുന്നതെങ്കിലും അവന്റെ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആളുകൾക്ക് വെറുതെ ആക്ഷേപങ്ങൾ പറയാൻ ഇടവരുത്തരുത്. പിന്നെ അതെങ്ങനെ പരിഹരിക്കാന്ന് അച്ഛൻ പറയുന്നത്? രാധികയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ തീരുമാനം തന്നെ മതി. പൂജാരിയെ വിളിക്കുക. എത്രയും പെട്ടെന്ന് കർമ്മങ്ങൾ തുടങ്ങുക. ഒഴിഞ്ഞു പോണെങ്കിൽ ഒഴിഞ്ഞു പോട്ടെ. ആ ശരി, അത് അച്ഛന്റെ ഇഷ്ടം. അമ്മേ, ഇനി ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അമ്മയ്ക്ക് കൺമുമ്പിൽ കണ്ട് ബോധ്യപ്പെട്ട ചില സത്യങ്ങളുണ്ട്. അമ്മ ഇനിയും അവരുടെ അടുത്ത് പോയിരിക്കും. അവര് പറയുന്നത് മുഴുവൻ കേൾക്കും. വീണ്ടും രാധികയ്ക്ക് നേരെ വാളെടുക്കാൻ അവർ നിർബന്ധിക്കുകയും ചെയ്യും. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. അച്ഛൻ പൂജാരി വിളിക്കാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. പാവങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തണ്ട. പത്മിനി, നമ്മുടെ കുടുംബ പൂജാരിയോട് തന്നെ വരാൻ പറയാം, അല്ലേ? അത് മതി. കർമ്മങ്ങൾ എത്ര നീണ്ടാലും കുഴപ്പമില്ല, എത്ര ബുദ്ധിമുട്ടേണ്ടി വന്നാലും കുഴപ്പമില്ല. ഓ, തീർന്നു കിട്ടിയാ മതിയല്ല. നീ രാവിലെ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ചു കൂട്ടിട്ടാ എനിക്ക് കൂടി പഴി കേൾക്കുന്നെ. നീ എന്നെ ഇങ്ങനെ നോക്കണ്ട കൽപ്പനെ. നിന്നെ നോക്കുമ്പോ സത്യം പറഞ്ഞ നിന്നെയല്ല പ്രിയങ്കിയാ കാണുന്നേ. അവളുടെ ദേഷ്യം നിന്റെ മുഖത്ത്. അല്ല, ചെറിയമ്മയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നാ കരുതിയിരിക്കുന്നേ? എന്റെ ദേഹത്ത് 1-2 ആഭരണങ്ങളേ ഉള്ളൂ. പക്ഷെ ചെറിയമ്മയ്ക്ക് ചോരയാ. ആരുടെ ചോരയാ അത്? അടുത്തിരുന്ന് എന്റെ രക്തം ഊറ്റിയതാണോ? ദേ ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ, ചോര കുടിക്കുന്നതൊക്കെ നിന്റെ സ്വഭാവമാ. നേരെ ചൊവ്വേ ജീവിക്കുമ്പോ തന്നെ മറ്റുള്ളവരുടെ ചോര കുടിക്കുന്ന സൈസല്ലേ? ദേ, നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. നിങ്ങളെന്താ മോശമാണോ? നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടാ അവള് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ കേറിയത് ചോര കുടിക്കാൻ. കൽപ്പനെ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ.